ഇവിടുത്തെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി കാണുവാനുള്ളവർക്ക് കാണാം. ഇഞ്ചിമലയിലുള്ള ദി പെന്തക്കോസ്റ്റ് മിഷൻ്റെ സെമിത്തേരിയിലാണ് അന്ത്യ ശുശ്രൂഷ നടക്കുന്നത്. അങ്ങോട്ട് പോകുവാൻ വാഹനങ്ങളുള്ളവരെല്ലാം അവിടെയും വന്ന് സംബന്ധിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ശുശ്രൂഷയോടനുബന്ധിച്ച് ഇവിടുത്തെ കടന്നു വരുവാൻ ദുഃഖം ദൈവത്തെ മുഖത്ത് കൊടുക്കുവാനുള്ള അവസരം കൂടെ നൽകിയില്ല കർത്താവേ. ഈ പ്രിയപിതാവിന് നല്ലൊരു അവസാനം ദൈവം നൽകിയില്ല കർത്താവേ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം കർത്താവേ അനുഗ്രഹങ്ങളാൽ നിറച്ചല്ലോ. എൻ്റെ കർത്താവിനെ അറിയുവാനും കർത്താവിനെ പിൻപറ്റുവാനും ദൈവകൽപ്പനകളെ അനുസരിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. മനസ്സാന്തരം സ്നാനം ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തിയാൽ ദൈവം നിറച്ചല്ലോ. എന്നായി സ്വതന്ത്രം കർത്താവെ. ജീവിക്കുന്ന അന്ത്യനാളിലെല്ലാം കർത്താവിനെ സ്നേഹിച്ചധികമായി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഭൂമിയിൽ ദൈവം നമുക്ക് ഭാഗ്യത്തിനായി സ്വതന്ത്രം കർത്താവെ. നിത്യതയിൽ അവകാശം മാറ്റി തീർക്കാണ്ടൊക്കെ കർത്താവ് ദയ കാണിച്ചല്ലോ. അതിനായി സ്വതന്ത്രം കർത്താവെ. ഭൗതികം നടന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹമാക്കി തന്നല്ലോ. അതിനായി സ്വതന്ത്രം കർത്താവെ. ബന്ധുമുദ്രാദികളും
സവിശ്വാസികളും വിശുദ്ധന്മാരും കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിച്ചല്ലോ. അതിനായി സ്തോത്രം കർത്താവേ. കടന്നു വന്ന ജനത്തിൻ്റെ യാത്രമേതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരുന്നല്ലോ. അതിനായി സ്തോത്രം കർത്താവേ. ദുഃഖിതരായിരിക്കുന്ന അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ മക്കളെല്ലാം ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കും ഇതുപോലൊരു കടന്നുപോക്കുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ അതുപോലെ കർത്താവിനെ വരവിനായി അല്ലെങ്കിൽ കർത്താവിനടുത്ത് ചേരുവാൻ ഒരുങ്ങി ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്ന് ദൈവം ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സെമിത്തേരിയിലെ ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തരണമേ. താഴ്ത്തുന്നു കൂടിയിരിക്കും. യേശുനാമത്തിൽ കേൾക്കുന്ന നല്ല പിതാവേ. ആമേൻ. ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വേദഭാഗങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോടെ വരുമെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറുമണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിത്തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ നിന്ന് വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലെ ശുശ്രൂഷകളെ കഴിഞ്ഞ്
നമ്മളിപ്പോൾ സെമിത്തേരിയിലേക്ക് അടക്കുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഏവരുടെയും ആധാരം, അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ആരംഭങ്ങളിൽ പല വിഷയങ്ങൾ, പ്രാധാന്യമേറിയ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ ദൈവം സഭയെ രൂപീകരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നാൽ 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും നോക്കുമ്പോൾ 3 മരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, 5-ാം അധ്യായത്തിൽ 2 പേര് മരിച്ചു. മണിക്കൂറുകൾ വ്യത്യാസത്തിൽ അച്ചായൻ മരിച്ചതറിയാതെ, അച്ചായനെ അടക്കിയതറിയാതെ അമ്മ വരുമ്പോൾ അമ്മയോടും പറഞ്ഞു, പത്രോസ് ശ്ലീഹ നിൻ്റെ ഭർത്താവിനെ അടക്കിയെന്നല്ല പറഞ്ഞ്, കുഴിച്ചിട്ട്. അപ്പം ആദ്യത്തെ 2 മരണത്തിന് അടക്കമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കുഴിച്ചിട്ട്. എന്തെന്നാ അധികമൊന്നും പറയില്ല, ദൈവദാസൻ പറഞ്ഞ് അധികം പറഞ്ഞു വിഷമിപ്പിക്കരുത്, കുഴിച്ചിട്ട്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തെഫാനോസിനുള്ള ബന്ധത്തിൽ വർഗീസൂട്ടി കേൾക്കണേ, ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു. എന്തെന്നാ അപ്പം മറ്റവർക്ക് ഇത് കിട്ടിയില്ല. മറ്റവർക്ക് ജീവിച്ച മര്യാദയ്ക്ക് ജീവിക്കണം, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്. നമ്മൾ ക്രിസ്ത്യാനികളാണ്. മറ്റേ പുള്ളിക്ക് ഭക്തിയുള്ള പുരുഷന്മാർ അടക്കാൻ കാരണം മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് ക്രിസ്തുയേശുവിൻ്റെ സാക്ഷിയായി ജീവിച്ചു. നമ്മൾ കർത്താവ് വന്ന് എടുക്കപ്പെടുകയാണോ, അത് ഇങ്ങനെ ഒരു മരണം ഉണ്ടോ എന്നറിയില്ല. ജീവിച്ച മര്യാദിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരയിൽ പോകാൻ ഇടയായിത്തീരണം. മറ്റവൻ ആദ്യമൊക്കെ നല്ലതാർന്ന അവസാനം വളരെ ബുദ്ധിമുട്ടായി പോയി. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്നൊക്കെ എനിക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എനിക്കറിയില്ല. വീട്ടിൽ പോയി വായിച്ച് നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ നല്ലൊരടക്കവും ദൈവം അനുവദിച്ചാൽ കിട്ടും. കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. കർത്താവിൻ്റെ വരവെങ്കിൽ ഈ അപ്പൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായിരിക്കുന്ന ഏറിയ പ്രത്യാശയോടെയാണല്ലോ അല്ലേ നമ്മൾ അടക്കുന്നത്. ആ വിശ്വാസമുള്ളവർ കര ഉയർത്തൊരു അല്ലേലേ പറഞ്ഞാട്ടെ. അപ്പം ദൈവം അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 5-6 യോഗ്യത വേണം. 1, ആത്മാവിൽ ജനിക്കണം. നമ്മളെല്ലാം മരിച്ചവരാ, ഒരു ആത്മീയ ജനനമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. 2-ാമത്തെ കാര്യം വരുമ്പോഴാണ് പിശാച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ വിശ്വാസ സ്നാനം അത് ഏതെങ്കിലും സഭയോട് ചേരുവാനോ ഏതെങ്കിലും സംഘടനയോട് ചേരുവാനല്ല, അത് ക്രിസ്തുവിനോട് ചേരുവാനുള്ളതാണ്. 3-ാമത്തെ അനുഭവമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്നും പുതിയ സൃഷ്ടിയായി ജീവിക്കണം, പഴയത് കുറേ വെച്ചോണ്ട് നടക്കരുത്. അടുത്ത അനുഭവമാണ് ഇപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചപ്പോൾ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ക്രിസ്തുവിന് ഉള്ളവർ. ഒരു ദിവസം ഇയ്യോബിനെതിരായിട്ട് സാത്താൻ ദൈവസന്നിധി ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിനെതിരെ നീ കണ്ണു വെച്ചേക്കുവാണോ? അപ്പോൾ നമ്മൾ സ്നാനപ്പെട്ട് ലൈസൻസ് കിട്ടി, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, പ്രീമിയം സമയാസമയങ്ങളിൽ അടച്ചുകൊണ്ടിരുന്നെങ്കിൽ ലാപ്സായി പോകും. ലാപ്സ് ആക്കരുത്. ആരാധന, ഉപവാസം, പ്രാർത്ഥന, ദൈവത്തിന് ചെയ്യേണ്ട നീതിപ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കേണ്ടതെല്ലാം അതാത് സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തവനെല്ലാം തള്ളപ്പെട്ടു പോകും. ചുമ്മാ നമ്മൾ പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വചന നിമിത്തം സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ആഗ്രഹിച്ചോളണം. അടുത്തത്, ആമേൻ കർത്താവായ യേശുവെ വല്ലവും തരണമേ എന്നല്ല, പിന്നെ എന്നെ പറയുക, വേഗം വരണമേ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചിന്തയും അതിനായി കാത്തിരിപ്പും വളരെ പ്രതീക്ഷയോടും കൂടെ ജീവിക്കണം. അടുത്തത്, ആത്മാവ് നിറഞ്ഞവരായി നാം ജീവിക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. വീഞ്ഞ് കുടിച്ചവന് പിന്നെയും കുടിക്കാൻ തോന്നുന്നത് പോലെ പരിശുദ്ധാത്മാവ്, എല്ലാവരും വായി തുറക്കാം, അന്യഭാഷ പറയാം, കരങ്ങളടിക്കാം, കരങ്ങൾ ഉയർത്താം. അങ്ങനെ ആരും നിർബന്ധിച്ചിട്ട് നീ ചെയ്യണ്ട. ആരും നിർബന്ധിച്ചിട്ട് ചെയ്യണ്ട. എല്ലാവരും ഉയർത്തിയാൽ ഞാനും ഉയർത്തും, ആരും ഉയർത്തില്ലെങ്കിൽ ഞാനും ഉയർത്തൂല. എല്ലാവരും സ്വോത്രം പറഞ്ഞാൽ ഞാനും സ്വോത്രം ചെയ്യും. അന്ന് അങ്ങനെയല്ല, നല്ല അംശം തിരഞ്ഞെടുത്താൽ മറിയെ പോലെ. മാർത്തയ്ക്കും വായും നാക്കുമുണ്ട്, പക്ഷേ സ്വോത്രം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. മറിയെപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുക. നമുക്കെല്ലാവർക്കും നല്ല വായും നല്ല നാക്കും തന്നിട്ടുണ്ട്, സ്വോത്രം ചെയ്യില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം നന്നായി ആരാധിക്കുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ജീവിച്ചു വരണം. ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയുന്നത്, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇന്ന് ഇവിടെ വന്നത് ആരെങ്കിലും വണ്ടിയിൽ കയറിയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണോ? വണ്ടിയിൽ കയറിയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണോ ആരെങ്കിലും? അല്ല, ഉദ്ദേശിച്ച സ്ഥലത്തെത്താനല്ലേ പെങ്ങളെ. ആയതുകൊണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് നമ്മൾ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ കാര്യം പറഞ്ഞ് ഇവരുടെ കാര്യം പറഞ്ഞ് നീ മുന്നോട്ട് പോയാൽ നീ നിൻ്റെ രക്ഷയെ മുടക്കിക്കൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നതാണ് യൂദ. 3.5 വർഷം കഴിഞ്ഞപ്പോൾ കെട്ടി തൂങ്ങിച്ചത്ത് എന്ന് വിചാരിച്ച് ആരും വിശ്വാസസ്നാനം സ്വീകരിച്ചില്ലേ? അവൻ കെട്ടി തൂങ്ങിച്ചത്തതിൻ്റെ 53-ാമത്തെ ദിവസമല്ലേ 3000 പേര് ചേർന്ന് ദൈവസഭ രൂപീകരിച്ചല്ലേ? അപ്പം എൻ്റെ അമ്മമാരോടൊക്കെ ഞാൻ പറയുക, അവൻ അങ്ങനെ ജീവിച്ച് ഇവൻ ഇങ്ങനെ ജീവിച്ച് സ്നാനപ്പെട്ടവന്
അതൊന്നും പറയാൻ നിനക്ക് അവകാശം തന്നിട്ടില്ല. അച്ചായൻ പറഞ്ഞതുപോലെ അബദ്ധനെ നീതീകരിക്കുന്നത് ദൈവമാണ്, നീ പിന്നെ ആരെ കുറ്റം വിധിക്കാൻ, അല്ലേ അളിയ? അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം. എൻ്റെ അപ്പൻ ഈ വിറക് കീറലായിരുന്നു. വിറക് തീരുമ്പോൾ പിന്നെയും വിറകിറക്കും. അപ്പം ചില മുട്ടികളുണ്ട്, മുട്ടികൾ, അത് ഏത് കോടാലിക്ക് കീറിയാലും കീറൂല. ഏത് കോടാലിക്ക് കീറിയാലും അതിന് പറയുന്ന പേരാ കീറാമുട്ടി. എന്താണ്? അങ്ങനെ ആ കീറാമുട്ടി വരുമ്പോൾ നമ്മളങ്ങ് തള്ളും. അടുത്ത ലോഡ് വരുമ്പോൾ ആ കീറാമുട്ടിയുടെ മുകളിൽ വെച്ച് അടുത്തത് വെട്ടുന്നത്. ആ ലോഡിലും കാണും 2-3 കീറാമുട്ടി. ഈ കീറാമുട്ടികൾക്കെല്ലാം വലിയ സന്തോഷം, അവരൊരു യൂണിയനായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിലായാലും കല്യാണം വന്ന് സഹോദരങ്ങളുടെ. അപ്പം അപ്പം പറഞ്ഞടാ, അവിടെ പുറത്തൊരു വലിയ അടുപ്പ് പൂട്ടി, ഈ കീറാമുട്ടി ഒന്ന് കീറണ്ട, അങ്ങനെ തന്നെ അങ്ങ് തള്ളിയേക്കടാന്ന് പറയാം. അപ്പോൾ ഈ കീറാമുട്ടികൾക്കെല്ലാം കൂടി വേണ്ടി ഒരു വലിയ അടുപ്പ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു വലിയ അടുപ്പ് വേണമെങ്കിൽ വായിച്ചു. മലാക്കിയുടെ പ്രവചന പുസ്തകം 4 അധ്യായം 1-ാം വാക്യത്തിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് വേരും കൊമ്പും ശേഷിക്കാതെ, എന്നാ വെച്ചാൽ കുഞ്ഞുമേ, വേരും കൊമ്പും ശേഷിക്കാതെ എല്ലാത്തിനും അതിലോട്ടങ്ങ് തള്ളും. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കുന്ന എല്ലാവരും നിത്യജീവനിൽ കാണപ്പെടണം. എന്നെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഏവർക്കും വേണ്ടി വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കർത്താവിൻ്റെ ഭക്തന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി നിനക്കെന്നാ താമസം രക്ഷിക്കപ്പെടാൻ? ഇനി നിനക്കെന്നാ താമസം വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ? ശിശുക്കൾക്കും സ്നാനമില്ല, മുതിർന്നവർക്കും സ്നാനമില്ല. അതിനിടയ്ക്ക് ഒരു തലതൊട്ടപ്പനും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ സ്നാപകനെ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ കർത്താവ് സ്നാനമേറ്റ് എങ്ങനെ അതിൻ്റെ നിലയെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. യോഹന്നാനോട് ചോദിച്ചു, നീ കണ്ടോ? എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് വരുമായിരുന്നോ? ആരെങ്കിലും എന്നെ വെള്ളത്തിലേക്ക് ഇറക്കുമായിരുന്നോ? ആരെങ്കിലും വെള്ളം കോരി തളിക്കുമായിരുന്നോ? അത് കപ്പിൽ കോരി ഒഴിക്കുമായിരുന്നോ? പരിശുദ്ധാത്മാവിനെ തന്നത് കുപ്പി തുറന്ന് തലയിട്ട് പൂശുമായിരുന്നോ? ആണോ? അപ്പം എൻ്റെ പൊന്ന് സഹോദരി കീറാമുട്ടിയായി തീരാതെ നിത്യജീവനായി എല്ലാവരും ഒരുങ്ങണം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മളെല്ലാവരും ഇവിടെ കാണുന്ന പോലെ നിത്യത്തിൽ കാണുവാൻ ദൈവം സഹായിക്കട്ടെ, കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദാസൻ പറഞ്ഞു തന്നതുപോലെ ജനിക്കാനും ജനിപ്പിക്കാനും മാത്രമല്ല, മരിക്കാനും മാത്രമല്ല, നമുക്ക് ഈ ആയുസ്സിൽ പരിശുദ്ധനായ ദൈവത്തോടു കൂടെ നടക്കാം. ദൈവമേ, അങ്ങയുടെ വചനം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞേ. ഒന്നോടെ പറഞ്ഞേ. എൻ്റെ വചനം പ്രമാണിക്കാത്ത ഏതോനും കള്ളനാകുന്നു. ആ ഗ്രൂപ്പിൽ നമ്മൾ പെടാതെ വചനത്തെ അനുസരിച്ച് വിശുദ്ധന്മാരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുകട്ടെ. ഈ ബോഡി ഇനി ഇവിടെ നിന്നെടുത്ത് കല്ലറയിലേക്ക് വയ്ക്കുവാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് അവസാനമായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തേക്ക് വരാം. അതുപോലെ തന്നെ അടുത്ത മക്കൾ അവർക്ക് അന്ത്യചുംബനം കൊടുത്ത് മുഖം മൂടി പെട്ടിയടച്ച് ഇവിടെ നിന്ന് എടുക്കുവാൻ പോവുകയാണ്.
കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെല്ലാം കാണുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രത്യാശയുള്ള ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിനെ ഒരുക്കപ്പെടുവാൻ നമ്മേവരെയും കർത്താവ് സഹായിക്കണം. ഒരുക്കണം. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവനോടുകൂടെ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളതായ വചനം വാഗ്ദത്തമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും. അതിനുവേണ്ടി നമ്മെല്ലാവരെയും കർത്താവ് ഒരുക്കണ പരിശുദ്ധം ഒരുക്കണതിനായി സ്തോത്രം ചെയ്യാം. അടക്കാ ശുശ്രൂഷരെയും കർത്താവ് അനുഗ്രഹമാക്കിയല്ലോ. കർത്താവിന്റെ സാന്നിധ്യരെയും കൂട്ടിരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ ശക്തി പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. നമുക്ക് ജയം തരുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, എനിക്ക് സമയത്തിന് അങ്ങ് സ്തുതിക്കുന്ന പിതാവിൽ ആരംഭിച്ച ആ പ്രവൃത്തി തികച്ച് കർത്താവിനെ സ്നേഹിച്ചേരും കർത്താവ് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. അടക്ക ശുശ്രൂഷയുടെ എല്ലാ ഭാഗങ്ങളും ഇവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. മക്കളെയും കുടുംബങ്ങളെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ ആശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവ് ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരെ കാണപ്പെടുവാൻ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുള്ള ജീവിതം ഞങ്ങൾക്ക് എവിടെ തന്നിരിക്കുന്നുവല്ലോ. കർത്താവിനെ അറിഞ്ഞ, കർത്താവിനെ പിൻപറ്റി ആ സ്വർഗീയ അവകാശത്തിന് വേണ്ടി ഞങ്ങളേവരും ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യതയിൽ ഈ പിതാവിനെ കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞങ്ങളോട് മടങ്ങുന്നു. കർത്താവിന്റെ സാന്നിധ്യം അടയ്ക്കാത്ത എല്ലാവരോടും കൂടി ഇരുന്ന് എല്ലാവരെയും സുരക്ഷിതമായിട്ട് അത് ഭവനങ്ങളിൽ എത്തിച്ചേരുവാനും ദൈവം സഹായിക്കും. കർത്താവിനെ അറിഞ്ഞ് നല്ലൊരു ജീവിതം ചെയ്യുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന എല്ലാം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. സകല ഔദ്യം കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും സകല ആവശ്യന്മാരോടും ഈ ഭവനത്തോടും കുടുംബങ്ങളോട് കൂടെ പെട്ടിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇന്ന് കർത്താവിന്റെ ഒരു ഇരിക്കുമാറാകട്ടെ. അടക്ക ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവർക്കും ഭവനങ്ങളിലേക്ക് മടങ്ങി